രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു. മെഹുൽ തന്റെ വീട്ടിലിരുന്ന് TV കാണുകയായിരുന്നു. അപ്പോൾ മെഹുലിന് ഒരു കോൾ വരുന്നു. പ്രഭാത് ജംഗ്ഷൻ അടുത്ത് ഷോപ്പിംഗ് മാളിൽ ഒരാൾ മരിച്ചുവെന്ന് അവൻ അറിയുന്നു. മെഹുൽ തന്റെ വീട്ടിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു. അവിടെ മെഹുലിന്റെ ബൈക്ക്, ഒരു ബുള്ളറ്റ്, ഒരു കാർ എന്നിവയുണ്ടായിരുന്നു. മെഹുൽ തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താ ലോജിക്കൽ ആർമി? മെഹുൽ ബൈക്കിൽ എന്താണ് പോകുന്നത്? പുറത്ത് നല്ല മഴയുണ്ട്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. മെഹുലിന്റെ കാറിന്റെ മുൻപിലുള്ള ടയർ നോക്കൂ, ലോഹത്തിന്റെ ആണി കയറിയിട്ടുണ്ട്. ഇതിനർത്ഥം കാർ പഞ്ചറാണെന്നാണ്. പിന്നെ കാറ്റും വളരെ കുറവാണ്. നന്നായി ഞാൻ ടയർ കണ്ടത്, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ടയർ പൊട്ടിപ്പോകുമായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ മെഹുൽ പ്രഭാത് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. ശർമ്മ ഷോപ്പിംഗ് സ്റ്റോറിനകത്ത് ധാരാളം ആളുകൾ ഇതിനകം തടിച്ചുകൂടിയിരുന്നു. മെഹുൽ ആകെ നനഞ്ഞു കുളിച്ചിരുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ കടയുടെ അകത്തേക്ക് കടക്കുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. ആരും ഡെഡ് ബോഡിയെ തൊടുവാൻ പാടില്ല. അതിനുശേഷം മെഹുൽ ഡെഡ് ബോഡി നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നു. ആ മനുഷ്യന്റെ കഴുത്തിൽ ഒരു അടയാളമുണ്ടായിരുന്നു. ആ കടയുടെ അടുത്ത് വേറൊരു കടയുമുണ്ട്. മെഹുൽ ആ കടക്കാരനോട് സംസാരിക്കുന്നു. അപ്പോൾ മെഹുലിന് മനസ്സിലാകുന്നു മരിച്ച വ്യക്തിയെ എല്ലാവരും ശർമാജി എന്നാണ് വിളിക്കാറുള്ളതെന്ന്. പിന്നെ ശർമാജിയുടെ കടയിൽ 3 ജോലിക്കാരുണ്ടായിരുന്നു. ശർമാജിയുടെ കഴുത്തിൽ വിരലടയാളമുണ്ട്. തീർച്ചയായും ആരോ ശർമാജിയുടെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ടാകും. മെഹുൽ ശർമാജിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് വിടുന്നു. അതിനുശേഷം മെഹുൽ ശർമാജിയുടെ 3 ജോലിക്കാരുടെയും അഡ്രസ് എടുക്കുന്നു. പിന്നെ 3 പേരെയും ചോദ്യം ചെയ്യുന്നതിനായി അവരുടെ വീട്ടിലേക്കും പോകുന്നു. ആദ്യത്തെ ജോലിക്കാരന്റെ വീട്ടിലേക്ക് എത്തുന്നു. പിന്നെ അവനോട് സംസാരിക്കുന്നു. ജോലിക്കാരൻ പറയുന്നു, സർ, ഞാൻ കടയിൽ നിന്നും വന്ന ഉടനെ ഭക്ഷണം ഉണ്ടാക്കിയായിരുന്നു. താങ്കൾക്ക് വേണമെങ്കിൽ എന്റെ കിച്ചൺ നോക്കാം. മെഹുൽ കിച്ചൺ നല്ലവണ്ണം നോക്കുന്നു. അതിനുശേഷം മെഹുൽ രണ്ടാമത്തെ ആളുടെ വീട്ടിലേക്ക് എത്തുന്നു. ഞാൻ തെറ്റായ അഡ്രസ്സിലേക്കാ വന്നതെന്ന് തോന്നുന്നു. ലോജിക്കൽ ആർമി, മെഹുലിന് എന്താണ് തോന്നിയത്? അയാൾ തെറ്റായ അഡ്രസ്സിലേക്കാ വന്നതെന്ന്. ശ്രദ്ധിച്ചു നോക്കൂ. വീടിന്റെ മുന്നിൽ 2 4 വീലർ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നത്. പിന്നെ ഒന്നല്ല, 2 ബുള്ളറ്റുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ആ കടയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ കിട്ടിയത്? എന്തായാലും ഇതുവരെ വന്നതല്ലേ, ചോദിച്ചു നോക്കാം. മെഹുൽ വീടിന്റെ പുറത്ത് ബെല്ലടിക്കുന്നു. അപ്പോൾ അകത്തു നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് വരുന്നു. മെഹുൽ ആ പെൺകുട്ടിയോട് കടയിലെ ആ ജോലിക്കാരനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു വീടിന്റെ ബാക്കിലുള്ള മുറിയിലാണ് അയാൾ വാടകയ്ക്ക് താമസിക്കുന്നതെന്ന്. മെഹുൽ വീടിന്റെ പുറകുവശത്തുള്ള മുറിയിലേക്ക് എത്തുന്നു. പിന്നെ അയാളോടും സംസാരിക്കുന്നു. ആ ജോലിക്കാരൻ പറയുന്നു, സർ, ഞാൻ 1 മണിക്കൂർ മുൻപേ തന്നെ കടയിൽ നിന്നും തിരിച്ചു വന്നു. എന്തെന്നാൽ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. 2 ദിവസമായി എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. ആ ജോലിക്കാരൻ ഹോസ്പിറ്റലിലെ ബില്ലുകൾ കാണിക്കുന്നു. അതിനുശേഷം മെഹുൽ മൂന്നാമന്റെ വീട്ടിലേക്ക് എത്തുന്നു. മൂന്നാമൻ മെഹുലിനോട് പറയുന്നു, സർ, ഞാൻ എന്റെ കുടയെടുത്ത് മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. എനിക്കൊന്നും അറിയില്ല സർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കിച്ചണിൽ പോയി നോക്കാം. പാൽ തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മെഹുൽ കിച്ചണിൽ പോയി നോക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു ഈ മൂന്നാമൻ കള്ളം പറയുകയാണെന്ന്. എന്താ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ ഇതെങ്ങനെയാ മനസ്സിലായതെന്ന്? ശ്രദ്ധിച്ചു നോക്കൂ. കിച്ചണ് പുറത്ത് കുട വെച്ചിട്ടുണ്ട്. പക്ഷേ കുട ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ആ മൂന്നാമൻ ഇപ്പോഴാണ് പാല് വാങ്ങിച്ചു കൊണ്ടുവന്നതെങ്കിൽ അവന്റെ കുട നനയുമായിരുന്നു. അവന്റെ ചെരുപ്പുകളും ശ്രദ്ധിച്ചു നോക്കൂ, അതും നനഞ്ഞിട്ടില്ല. അത് ഉണങ്ങി തന്നെയായിരിക്കുന്നത്. പിന്നെ പാലിന്റെ കവറും നനഞ്ഞിരുന്നില്ല. ഇതിനർത്ഥം അയാൾ തീർച്ചയായും കള്ളം പറയുകയാണ്. മെഹുൽ അവനെ പിടിക്കുന്നു. ആ ജോലിക്കാരൻ പറയുന്നു, ഇന്ന് രാവിലെ ശർമാജിക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. പിന്നെ അയാൾ ശർമാജിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചത് ആരോ കളിപ്പിക്കുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ആരോ ശരിക്കും ശർമാജിയെ കൊന്നു. ഇതിനുശേഷം എനിക്കൊന്നും അറിയില്ല സർ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കൊലപാതകി ശർമാജിയോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കൊല്ലുമെന്ന്. മെഹുൽ തിരിച്ച് ശർമാജിയുടെ കടയിലേക്ക് എത്തുന്നു. മെഹുൽ ശർമാജിയുടെ കട പരിശോധിക്കുന്നു. പിന്നെ ചുറ്റുവട്ടവും പരിശോധിച്ച് നേരം രാവിലെ ആകുന്നു. പക്ഷേ മെഹുലിന് ഒരു തെളിവും കിട്ടിയിരുന്നില്ല. ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് പോകാം. ഡെഡ് ബോഡിയിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടാകും. മെഹുൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് അടച്ചിരിക്കുകയായിരുന്നു. മുൻപിലായി 4 ബട്ടണുകൾ ഉണ്ടായിരുന്നു. 4ലും 4 ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, താങ്കൾക്ക് പറയുവാൻ പറ്റുമോ ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ടെന്ന്? ഇതിൽ 4 പക്ഷികളുണ്ട്. പക്ഷേ തത്തയെ ഒഴിവാക്കിയാൽ ബാക്കി 3 പക്ഷികളും ബ്ലാക്ക് കളറിലാണുള്ളത്. പക്ഷേ തത്ത ഗ്രീൻ കളറിലാണുള്ളത്. മെഹുൽ 1-ാം നമ്പർ ബട്ടൺ അമർത്തുന്നു. അപ്പോൾ ലാബിന്റെ വാതിൽ തുറക്കുന്നു. മെഹുൽ ലാബിന്റെ അകത്തേക്കും കടക്കുന്നു. താങ്കൾ വേഗം തന്നെ ഈ ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോഴേ എനിക്ക് സത്യം മനസ്സിലാക്കുവാൻ പറ്റും. ഡോക്ടർ സഞ്ജന മെഹുലിന് തന്റെ ടവൽ കൊടുക്കുന്നു. പിന്നെ മെഹുലിന്റെ തല തുടച്ചു കൊടുക്കുന്നു. വേഗം തന്നെ മെഹുലിന് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൊടുക്കുന്നു.
മെഹുൽ രാത്രി മുഴുവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മെഹുൽ അവിടെ സോഫയിൽ കിടന്നുറങ്ങുന്നു. ഡോക്ടർ സഞ്ജന ശർമാജിയുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. 1 മണിക്കൂറിന് ശേഷം ഡോക്ടർ സഞ്ജന മെഹുലിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, മെഹുൽ, ശർമാജിയെ കൊന്നത് കഴുത്ത് ഞെരിച്ചല്ല, വിഷം കൊടുത്തിട്ടാ. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിനർത്ഥം ആരോ ശർമാജിക്ക് ഉറപ്പായും വിഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. മെഹുൽ പെട്ടെന്ന് തന്നെ തിരിച്ച് ശർമാജിയുടെ കടയിലേക്ക് എത്തിച്ചേരുന്നു. അവിടെയുള്ള CCTV ക്യാമറ ചെക്ക് ചെയ്യുന്നു. പക്ഷേ മുഴുവൻ CCTV ഫൂട്ടേജസും അപ്രത്യക്ഷമായിരുന്നു. അടുത്ത് തന്നെ ഏവനുമായിരിക്കും അവസരം മുതലെടുത്ത് CCTV ഫൂട്ടേജസ് എല്ലാം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. മെഹുൽ ഉടൻ തന്നെ അടുത്തുള്ള കടയിലേക്ക് പോകുന്നു. പിന്നെ അതിന്റെ ഉടമയോട് സംസാരിക്കുന്നു. അതിന്റെ ഉടമ പറയുന്നു, എനിക്ക് CCTV ക്യാമറയെ പറ്റി ഒന്നും തന്നെ അറിയില്ല. ഞാൻ ഇതുവരെ CCTV കണ്ടിട്ട് പോലുമില്ല. മെഹുൽ പെട്ടെന്ന് തന്നെ ഇവൻ കള്ളം പറയുകയാണെന്ന് മനസ്സിലാക്കുന്നു. ലോജിക്കൽ ആർമി, മെഹുലിന് അങ്ങനെ തോന്നുവാൻ കാരണം എന്തായിരിക്കും? അയാളുടെ കടയിലെ മുൻപിലും CCTV ക്യാമറ വച്ചിട്ടുണ്ട്. എന്നിട്ടും അയാൾ പറഞ്ഞു ഇതുവരെ അയാൾ CCTV ക്യാമറ കണ്ടിട്ട് പോലുമില്ലെന്ന്. മെഹുൽ അതിശക്തമായ ഒരു അടി കൊടുക്കുന്നു. പിന്നെ അയാളെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയുന്നു, സർ, ഞാൻ ഈ കടയുടെ ഉടമയല്ല. ഈ കടയുടെ ഉടമ രമേശ് എന്നയാളാണ്. അയാളാ ശർമാജിക്ക് ചായയിൽ വിഷം കലർത്തി കൊടുത്തത്. പക്ഷേ രമേശ് ഇത് എന്തിനാ ചെയ്തത്? അപ്പോൾ അയാൾ പറയുന്നു, ശർമാജി നമ്മുടെ അടുത്ത് കട തുറന്നപ്പോൾ മുതൽ നമ്മുടെ കടയിൽ കച്ചവടം ഇല്ലാതായി. ഇതിൽ രമേശ് വളരെ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് രമേശ് ശർമാജിയെ കൊന്നത്. അതിനുശേഷം അയാൾ മെഹുലിനോട് പറയുന്നു, സർ, രമേശ് 1 മണിക്കൂർ മുൻപ് ട്രെയിനിൽ സിറ്റി വിട്ടുപോയി. പിന്നെ അയാൾ രമേശിന്റെ ട്രെയിൻ ടിക്കറ്റ് മെഹുലിനെ കാണിക്കുന്നു. രമേശ് സിറ്റി വിട്ടുപോയ ട്രെയിനിന്റെ ടിക്കറ്റ്. അവൻ ഏതുവരെ ഓടും? 10 മിനിറ്റിനുള്ളിൽ ഞാൻ രമേശിനെ പിടിച്ചിരിക്കും. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ മെഹുൽ എന്തായിരിക്കും ഇത്ര കോൺഫിഡൻസോടെ പറഞ്ഞത്? ഇത് വളരെ സിമ്പിളാണ്. രമേശ് ഏത് ട്രെയിനിലാണ് പോയതെന്ന് മെഹുൽ റെയിൽവേ ഓഫീസർക്ക് ഫോൺ ചെയ്ത് ആ ട്രെയിനിന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നു. പിന്നെ അവിടെയുള്ള റെയിൽവേ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് രമേശിനെ പിടികൂടുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. സാഹിൽ രാവിലെ തന്നെ ബൈക്കിൽ പട്ടണത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ കുറച്ചുപേർ വഴക്കിടുന്നത് അയാൾ കാണുന്നു. അവർ റോഡിന്റെ നടുവിൽ പരസ്പരം പോരടിക്കുവാൻ തുടങ്ങുന്നു. സാഹിൽ ഒരു മരത്തിനരികിൽ തന്റെ വണ്ടി നിർത്തി ആ ആളുകളെ നോക്കുവാൻ തുടങ്ങി. വളരെ ശക്തരായ 4-5 പേരുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് വെടിയുടെ ശബ്ദം കേൾക്കുന്നു. ഒരാൾ നിലത്തേക്ക് വീഴുന്നു. ബാക്കിയുള്ള 3 പേർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇത് സാഹിൽ കണ്ട് വളരെയധികം പേടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ കോൾ ചെയ്യുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ ഉടൻ തന്നെ ക്രൈം സീനിലേക്ക് എത്തിച്ചേരുന്നു. മെഹുൽ ആദ്യം ആ മനുഷ്യന്റെ ഡെഡ് ബോഡി പരിശോധിക്കുന്നു. മെഹുൽ സാഹിലിനെ ചോദ്യം ചെയ്യുന്നു. സാഹിൽ പറയുന്നു അവർ 3 പേരുണ്ടായിരുന്നു. അവർ 3 പേരും ചേർന്ന് ഇയാളെ വളരെ അടുത്ത് നിന്നും വെടിവെച്ചുവെന്നും അവർ 3 പേരും കാണുവാൻ ശരിക്കും ബോഡി ബിൽഡറിനെ പോലെ ആയിരുന്നുവെന്നും ഇയാളെ അടുത്ത് നിന്നല്ല വളരെ ദൂരെ നിന്നാണ് വെടിവെച്ചതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. സാഹിൽ പറയുന്നത് ഇയാളെ വളരെ അടുത്ത് നിന്ന് വെടിവെച്ചുവെന്നാണ്. എന്നാൽ വെടി വളരെ ദൂരെ നിന്നാ കൊണ്ടത്. നല്ലതുപോലെ ഓർത്ത് എന്നോട് പറയും. വെടി കൊള്ളുമ്പോൾ ഇയാൾ ഏത് ആംഗിളിലാണ് നിന്നിരുന്നത്? മുന്നിലുള്ള മരത്തിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നുവെന്ന് സാഹിൽ മെഹുലിനോട് പറയുന്നു. വെടി അയാളുടെ വയറിലാ കൊണ്ടത്. അതിനർത്ഥം മുന്നിൽ നിന്നാ വെടിവെച്ചത്. ഉറപ്പായും ഈ മരത്തിന് അടുത്ത് ഒളിച്ചു നിന്ന് വെടിവെച്ചതായിരിക്കാം. മെഹുൽ കാടിന് മുന്നിലുള്ള മരത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ 3 മരം നിൽക്കുന്നത് മെഹുൽ കാണുന്നു. എന്താ നിങ്ങൾക്ക് 3 മരങ്ങളെയും നോക്കി പറയുവാൻ സാധിക്കുമോ വെടി ഏത് മരത്തിൽ നിന്നാ വച്ചതെന്ന്? നിങ്ങളുടെ ആൻസർ കമന്റിലൂടെ എന്നെ അറിയിക്കൂ. ആദ്യത്തെ മരം വളരെ നോർമലാണ്. രണ്ടാമത്തെ മരത്തിനിടയിൽ ഒരു വളഞ്ഞ ശാഖയുണ്ട്. എന്നാൽ അതിന്റെ ഇലകൾ ഉണങ്ങിയതാണ്. അതായത് അത് വളരെ ദിവസങ്ങൾക്ക് മുൻപ് ഒടിഞ്ഞതായിരിക്കും. എന്നാൽ 3ാമത്തെ മരത്തിനിടയിൽ ഒരു ചെറിയ ഒടിഞ്ഞ ചില്ല കിടപ്പുണ്ട്. അത് വളരെ ഫ്രഷ് ആയിരുന്നു. കൂടാതെ മരത്തിൽ കാൽപ്പാടുകളുമുണ്ട്. ഇതിനർത്ഥം അയാൾ ഈ മരത്തിൽ കയറിയാ വെടിവെച്ചത്. മരത്തിൽ കയറുന്നതിനിടയിൽ ശാഖ ഒടിഞ്ഞു പോയതായിരിക്കാം. മെഹുൽ ആ മരത്തിന് മുകളിലേക്ക് കയറുന്നു. മരത്തിന് മുകളിലെ ഒരു കൊമ്പിൽ നിന്ന് മെഹുലിന് ഒരു തുണി കഷ്ണം കിട്ടുന്നു. അത് നീല കളറായിരുന്നു. അതല്ലാതെ മെഹുലിന് വേറെ ഒരു തെളിവും തന്നെ കിട്ടിയിരുന്നില്ല കൊലയാളിയിലേക്ക് എത്തുന്നതിനായി. മെഹുൽ ഡെഡ് ബോഡി നല്ലവണ്ണം പരിശോധിക്കുന്നു. അകത്തുള്ള പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടുന്നു. അതിൽ കുറച്ച് പൈസയും അയാളുടെ ID കാർഡും ഉണ്ടായിരുന്നു. ഇയാളുടെ പേര് മനീഷ് എന്നാണ്. ഫാഷൻ ഗാർമെന്റ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. മെഹുൽ മനീഷിന്റെ ഡെഡ് ബോഡിയും കൊണ്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ലാബ് ലോജിക്കൽ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരുന്നു. മാമ്പഴം, പപ്പായ, ആപ്പിൾ, വാഴപ്പഴം ഈ 4 ബട്ടണുകൾ മെഹുലിന്റെ മുന്നിലുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഏത് ബട്ടണാണ് ഓഡ് വൺ ഔട്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കൂ ലോജിക്കൽ ആർമി. ഈ 4ലും വിത്തുകളില്ലാത്ത ഒരു പഴമാണ് വാഴപ്പഴം. 4ാം നമ്പർ ബട്ടൺ അമർത്തി മെഹുൽ ലാബിലേക്ക് പ്രവേശിക്കുന്നു. പെട്ടെന്ന് തന്നെ മെഹുൽ ഡോക്ടർ സഞ്ജനയെ കാണുന്നു.
ഞാൻ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായി ഫാഷൻ ഗാർമെന്റിലേക്ക് പോകുന്നു. നിങ്ങൾ ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുക. മനീഷിന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യം കണ്ടുപിടിക്കുന്നതിനായി മെഹുൽ ഫാഷൻ ഗാർമെന്റ്സ് കടയിലേക്ക് പോകുന്നു. കട വളരെ വലുപ്പമുള്ളതായിരുന്നു. അവിടെ ഒരുപാട് ആളുകൾ ജോലി ചെയ്തിരുന്നു. അവിടുത്തെ മാനേജറിനോട് മനീഷിനെ കുറിച്ച് ചോദിക്കുന്നു. സർ, ഈയിടെയായി മനീഷ് വളരെ അശ്രദ്ധനാണ്. അവൻ പലപ്പോഴും ജോലിക്ക് വരാറില്ല. ഇപ്പോൾ അവൻ വളരെ സമ്പന്നനായി മാറിയിരിക്കുന്നു. അവൻ വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാനും തുടങ്ങിയിരിക്കുന്നു. മനീഷ് ജോലിക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ അവന് പണം എവിടെ നിന്നാ കിട്ടുന്നത്? തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട്. മാനേജർ മെഹുലിനോട് പറയുന്നു, മനീഷിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മുന്നിലുള്ള കൗണ്ടറിലേക്ക് പോവുക എന്ന്. അവന്റെ സുഹൃത്ത് നരേഷ് അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന്. മനീഷിനെ കുറിച്ച് അവന് നിങ്ങളോട് ധാരാളം കാര്യങ്ങൾ പറയുവാൻ കഴിയുമെന്ന്. മെഹുൽ മുന്നിലുള്ള കൗണ്ടറിലേക്ക് എത്തുന്നു. മനീഷിനൊപ്പം വസ്ത്രങ്ങൾ വിൽക്കുന്ന 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ മുഴുവൻ കണക്കുകളും ഒരു ഡയറിയിൽ കുറിച്ചിടുകയായിരുന്നു. ഡയറി കണ്ടപ്പോൾ തന്നെ മെഹുലിന് നരേഷിന് സംശയം തോന്നുന്നു. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ എന്തുകൊണ്ടാണ് മെഹുലിന് നരേഷിന് സംശയം തോന്നിയതെന്ന്? ഡയറി ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ വ്യക്തി രാവിലെ മുതൽ 10,000 രൂപയ്ക്ക് സെയിൽ ചെയ്തു. രണ്ടാമത്തെ വ്യക്തി 13,000 രൂപയുടെ സെയിൽ നടത്തി. എന്നാൽ നരേഷ് ഇതുവരെ 1,500 രൂപയ്ക്കാണ് സെയിൽ നടത്തിയത്. ഇതെങ്ങനെ പോസിബിൾ ആകും? എന്തെന്നാൽ 3 പേരും ഒരേ കടയിലാണ് ജോലി ചെയ്യുന്നത്. 3 പേരുടെ മുന്നിലും ഏകദേശം സമാനമായ സാധനങ്ങളാണുള്ളത്. അതിനർത്ഥം നരേഷ് കടയിൽ ഇപ്പോഴായിരിക്കും വന്നത്. മെഹുൽ നരേഷിനോട് ഉറക്കെ ചോദിച്ചു, രാവിലെ മുതൽ നീ എവിടെയായിരുന്നു? നീ ഇന്ന് എന്തുകൊണ്ടാ കടയിൽ ഇത്രയും വൈകിയത്? നോക്കൂ മിസ്റ്റർ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കടയിൽ വരും. നിനക്കെന്താ ഇതിൽ കാര്യം? വസ്ത്രങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങി ഇവിടെ നിന്ന് പോകൂ. മെഹുൽ അവനിട്ട് ശക്തമായ ഒരു അടി കൊടുക്കുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. നിന്റെ കൂട്ടുകാരൻ മനീഷ് ഇന്ന് കൊല്ലപ്പെട്ടു. അതുകൊണ്ട് കേസിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ക്ഷമിക്കണം സർ, ഞാൻ താങ്കളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സത്യം പറയ്, രാവിലെ മുതൽ നീ എവിടെയായിരുന്നു? മനീഷിനെ ആരാ കൊന്നത്? അപ്പോൾ നരേഷ് പറയുന്നു, അവന് മനീഷിന്റെ മേർഡറിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന്. അവൻ രാവിലെ താടി ഷേവ് ചെയ്യുവാൻ പോയിരുന്നുവെന്ന്. തിരക്ക് കാരണം അവൻ 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. മെഹുലിന് മനസ്സിലാകുന്നു നരേഷ് പറയുന്നത് കള്ളത്തരമാണെന്ന്. എന്താ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന്? നരേഷ് പറഞ്ഞത് അവൻ ഷേവ് ചെയ്യുന്നതിന് വേണ്ടി 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു എന്നാണ്. ആരെങ്കിലും ഷേവ് ചെയ്യുവാൻ വേണ്ടി 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമോ? 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും താടി ഇപ്പോഴുമുണ്ട്. ട്രിമ്മും ചെയ്തിട്ടില്ല. അവൻ എന്നെ മനഃപൂർവ്വം വിഡ്ഢിയാക്കുകയാണ്. എനിക്ക് മറഞ്ഞിരുന്ന സത്യം കണ്ടെത്തണം. അപ്പോൾ മെഹുലിന് ഡോക്ടർ സഞ്ജനയുടെ കോൾ വരുന്നു. ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറയുന്നു, മനീഷിനെ ദൂരെ നിന്നാണ് വെടിവെച്ചതെന്ന്. വെടികൊണ്ടതും അവൻ മരിച്ചുപോയെന്ന്. എന്റെ ഊഹം പൂർണ്ണമായും ശരിയായിരുന്നു. മനീഷിനെ ദൂരെ നിന്നാ വെടിവെച്ചത്. വൈകുന്നേരമായപ്പോൾ നരേഷ് കടയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. മെഹുൽ പതിയെ അവനെ പിന്തുടരുന്നു. നരേഷ് ആദ്യം ഒരു പാൻ കടയിൽ ചെന്ന് പാൻ വാങ്ങുന്നു. ചുറ്റും നോക്കിയിട്ട് ഒരു പഴയ കെട്ടിടത്തിലേക്ക് പോകുന്നു. മെഹുലും പുറകെ ആ ബിൽഡിംഗിലേക്ക് പോകുന്നു. നരേഷ് ബിൽഡിംഗിനകത്ത് 2 പേരോട് എന്തോ സംസാരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലാകുന്നു ഇവരാണ് രാവിലെ റോഡിൽ വെച്ച് മനീഷിനോട് വഴക്ക് കൂടിയതെന്ന്. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഇവരാണ് രാവിലെ മനീഷിനോട് റോഡിൽ വെച്ച് വഴക്ക് കൂടിയതെന്ന്. ചിന്തിക്കൂ. റോഡിൽ വെച്ച് 4 പേർ തമ്മിൽ വഴക്ക് കൂടുകയാണെന്ന് സാഹിൽ പറഞ്ഞിരുന്നു. അവരെ കാണുവാൻ ബോഡി ബിൽഡർമാരെ പോലെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു. ഇവർ 2 പേരും ബോഡി ബിൽഡർമാരെ പോലെ തോന്നുന്നു. നരേഷും വളരെ നല്ലൊരു ബോഡി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് മെഹുലിന് അവരിൽ സംശയം തോന്നുവാൻ കാരണം. നരേഷിനൊപ്പം മെഹുൽ അവർ 2 പേരെയും കൈയോടെ പിടികൂടുന്നു. ചോദ്യം ചെയ്തപ്പോൾ നരേഷ് പറയുന്നു, അവർ 3 പേരും ഗൺ സപ്ലൈ ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നതെന്ന്. കുറച്ചു ദിവസം മുൻപ് മനീഷും നമ്മുടെ ഗാങ്ങിൽ ചേർന്നുവെന്ന്. ഇന്ന് രാവിലെ നമ്മൾ പൈസയുടെ പേരും പറഞ്ഞ് റോഡിൽ വെച്ച് വഴക്കിടുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ മനീഷിനെ വെടിവെച്ചുവെന്നും ആരോ അവരെ കൊല്ലുവാൻ ശ്രമിക്കുകയാണെന്ന് കരുതി അവർ അവിടെ നിന്ന് ഓടിപ്പോയെന്നും പറയുന്നു. എന്നാൽ ഞങ്ങൾ മനീഷിനെ കൊന്നിട്ടില്ല. ഇതിനർത്ഥം മനീഷ് ഇല്ലീഗൽ ജോലി ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അവന് ഓരോ ദിവസവും പുതിയ വസ്ത്രങ്ങൾ കിട്ടിയിരുന്നത്. എന്നോട് സത്യം പറയ്, മനീഷിനെ ആരായിരിക്കും കൊന്നത്? നിങ്ങൾക്ക് ആരെയാണ് സംശയം? അപ്പോൾ നരേഷ് പറയുന്നു, സർ, കുറച്ചു ദിവസം മുൻപ് മനീഷ് വളരെ വലിയൊരു സ്മഗ്ലറോട് വഴക്കിട്ടിരുന്നു. ചിലപ്പോൾ അവർ മനീഷിനെ അപായപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. മെഹുൽ തന്റെ വേഷം മാറി ആ സ്മഗ്ലറിന്റെ താവളത്തിലേക്ക് എത്തുന്നു. കൂടെ തന്റെ റിവോൾവറും കൊണ്ടുപോകുന്നു. എന്തെന്നാൽ അവിടെ അപകടമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. മെഹുൽ അവിടെ 3 ബോഡി ഗാർഡ്സിനെ കാണുന്നു. ആ 3 ബോഡി ഗാർഡിനെ കണ്ടപ്പോൾ ഇവരാണ് മനീഷിനെ കൊലപ്പെടുത്തിയതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? മനീഷിനെ ഇവരാണ് കൊലപ്പെടുത്തിയതെന്ന്. രണ്ടാമത്തെ ബോഡി ഗാർഡിനെ ശ്രദ്ധിച്ചു നോക്കൂ. അവൻ നീല ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ കളർ മെഹുലിന് ലഭിച്ച തുണിക്കഷ്ണത്തോട് സാമ്യമുണ്ട്. ഷർട്ട് കീറിയിട്ടുമുണ്ട്. അതായത് അന്ന് മരത്തിൽ കയറി വെടിവെച്ചത് ഇയാളാണ്. മെഹുൽ തന്റെ റിവോൾവർ പുറത്തെടുത്ത് 3 പേരെയും ഗൺ പോയിന്റിൽ പിടികൂടുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരാൾ മെഹുലിനെ പുറകിൽ നിന്നും തള്ളിയിടുന്നു. അവർ 3 പേരും ഒളിച്ചിരുന്ന് മെഹുലിന് നേരെ വെടിവെക്കുവാനും തുടങ്ങുന്നു. മെഹുലും തിരിച്ചു വെടിവെക്കുന്നു.
മെഹുൽ പെട്ടെന്ന് തന്നെ പോലീസിന് തന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. വെടിവയ്പ് വളരെ നേരം തുടരുന്നു. കുറച്ചു സമയത്തിന് ശേഷം പോലീസ് അവിടേക്ക് എത്തിച്ചേരുന്നു. ആ താവളത്തിന്റെ 4 വശവും വളയുന്നു. എല്ലാ സ്മഗ്ലേഴ്സും പിടികൂടപ്പെടുന്നു. മെഹുൽ നീല ഷർട്ട് ധരിച്ച ആളെ ചോദ്യം ചെയ്യുന്നു. നീ എന്തിനാ മനീഷിനെ കൊന്നത്? നീല ഷർട്ട് ധരിച്ച ബോഡി ഗാർഡ് മെഹുലിനോട് പറയുന്നു, സർ, മനീഷ് നമ്മുടെ ബോസിനെ ചതിച്ചു. അതുകൊണ്ട് ബോസ് പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ മനീഷിനെ ഇല്ലാതാക്കിയത്. അവരുടെ സഹായത്തോടെ മെഹുൽ അവരുടെ ബോസിനെയും പിടികൂടുന്നു. സ്മഗ്ലിംഗ് സാധനങ്ങളും കണ്ടുകെട്ടുന്നു. കേസ് ഓൾഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോങ്സ്.